Hello, good evening all. Today we are going to discuss renal system. Okay. അപ്പോൾ നമുക്ക് renal system നോക്കാം. അപ്പോൾ renal systemത്തിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ആണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. എന്താണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്? ഗ്ലോമറുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കിഡ്നി എടുത്തു കഴിഞ്ഞാൽ കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് എന്ത്? നമ്മൾ ഈ ഇമേജ് നോക്കി കഴിഞ്ഞാൽ കാണാം നെഫ്രോൺസ് അല്ലേ? അപ്പൊ ഈ നെഫ്രോൺസിന്റെ ഫസ്റ്റ് ബോൾ കണ്ടോ, ഈ ഫസ്റ്റ് ഒരു ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് കൂടി ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് പോലെ ഇരിക്കുന്ന ആ പാർട്ടാണ് എന്ത്? ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗ്ലോമറുലസ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ അഫറന്റ് ആൻഡ് ഇഫറന്റ് ആർട്ടീരിയോൾസ്. ഓക്കെ, ഇത് രണ്ടും കൂടി ഒരു ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആയിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലോമറുലസിന് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലോമറുലോനെഫ്രൈറ്റിസിന്റെ ഇറ്റിയോളജി എന്താ? ഗ്രൂപ്പ് എ ബീറ്റ ഹെമുലൈറ്റിസ് സ്ട്രെപ്റ്റോകോക്കയാണ്. ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന? പേഷ്യന്റിന് ഗ്രോസ് ഹെമച്യൂറി ഉണ്ടാവുന്നു, ഒളിഗ്യൂറിയ അന്യൂറിയ ഉണ്ടാവും, ഫേഷ്യൽ പെരി ഓർബിറ്റൽ അല്ലെങ്കിൽ ജനറലൈസ്ഡ് എഡീം ഉണ്ടാവുന്നു, ബ്ലഡ് യൂറിയ നൈട്രജന്റെ അളവ് കൂടുന്നു, സെറം ക്രിയാറ്റിന്റെ അളവും ഇൻക്രീസ് ആവും. എന്തൊക്കെയാ നമുക്ക് ഇവിടെ ഇന്റർവെൻഷൻസ് ചെയ്യാൻ പറ്റുന്നത്? വൈറ്റൽസ് മോണിറ്റർ ചെയ്യുക, അയോ ചാർട്ട് വെയിറ്റ് മോണിറ്റർ ചെയ്യുന്നു, ഫ്ലൂയിഡ്സ് റെസ്ട്രിക്ട് ചെയ്യുക, ഹൈ കലോറി ലോ പ്രോട്ടീൻ ലോ സോഡിയം ഡയറ്റ് കൊടുക്കാം, ഡയൂറിറ്റിക്സ് അഡ്മിനിസ്റ്റർ ചെയ്യാം, റിനൽ ഫെയിലിയറിന്റെ സയൻസ് മോണിറ്റർ ചെയ്യുക, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ട്രെപ്റ്റോകോക്കയാണോ എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് റിഗാർഡിംഗ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് നെഫ്രോട്ടിക് സിൻഡ്രോം. എന്താണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്? അതായത് ഈ ഗ്ലോമറുലസിന് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ മൂലം എക്സസീവ് ആയിട്ട് പ്രോട്ടീൻ വേസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ? പ്രോട്ടീനൂറിയ, ഹെമച്യൂറിയ, എഡീം ഉണ്ടാവുന്നു, അനീമിയ ഉണ്ടാവുന്നു, ഹൈപ്പോ ആൽബുമിനിയ വിൽ ബി ദർ. എന്തൊക്കെ ഇന്റർവെൻഷൻസ് കൊടുക്കുന്നേ? വൈറ്റൽസ്, അയോ ചാർട്ട് വെയിറ്റ് മോണിറ്റർ ചെയ്യുന്നു, ബെഡ് റെസ്റ്റ് കൊടുക്കുന്നു, പേഷ്യന്റിന്റെ അടുത്ത് ട്രോമാസ് അവോയ്ഡ് ചെയ്യാൻ പറയാം, ഡയൂറിറ്റിക്സ് ഉണ്ട്, ആന്റി ഹെപ്പറ്റൈൻസീവ്സ് ഉണ്ട്, പ്ലാസ്മ വോളിയം എക്സ്പാൻഡേഴ്സും കൊടുക്കാം. സോ ദിസ് ഈസ് റിഗാർഡിംഗ് നെഫ്രോട്ടിക് സിൻഡ്രോം. ഇനി നെക്സ്റ്റ് നമ്മൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എന്താണ്? അക്യൂട്ട് റീനൽ ഫെയിലിയർ. എന്താണ് അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സഡൻ അല്ലെങ്കിൽ അബ്രപ്റ്റ്, പെട്ടെന്ന് നമ്മുടെ കിഡ്നിക്ക് എന്തുണ്ടാവുന്നു? കിഡ്നിയുടെ ഫങ്ഷൻ ലോസ് ആവുന്നു. എന്ത് മൂലമാണ്? അപ്പൊ അതിന്റെ ക്യാരക്ടറൈസേഷൻ എന്താ വരുന്നത്? അതായത് അവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബ്ലഡ് യൂറിയ നൈട്രജന്റെ അളവ് കൂടുന്നു, സെറം ക്രിയാറ്റിൻ ഇൻക്രീസ് ആവുന്നു. അതുപോലെ നമ്മുടെ കിഡ്നിക്ക് ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ അക്യൂട്ട് റീനൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മെയിൻ ആയിട്ട് 3 കോസസ് ആണുള്ളത്. പ്രീ റീനൽ കോസ്, ഇൻട്രാ റീനൽ കോസ് ആൻഡ് പോസ്റ്റ് റീനൽ കോസ്. ഈ പ്രീ റീനൽ കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതായത് കിഡ്നിയിലോട്ട് എത്തിയിട്ടില്ല, അതിന് മുമ്പ് ഉണ്ടാവുന്ന കോസസ് ലൈക്ക് റീനൽ ബ്ലഡ് ഫ്ലോ കുറയുന്നു, കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നു, ഡീപ്പ് വെയിൻ ട്രോംബോസിസ്, ഡയറിയ, വോമിറ്റിംഗ്, ദെൻ ഡയൂററ്റിക്സ്. ഇതൊക്കെ എന്തിൽ വരുന്നതാ? പ്രീ റീനൽ കോസ്. ഇനി അടുത്ത കോസ് എന്ന് പറയുന്നത് എന്താ? ഇൻട്രാറീനൽ കോസ് ആണ്. ഇൻട്രാറീനൽ കോസ് എന്ന് പറയുമ്പോൾ പാരൻകൈമൽ ചേഞ്ചസ്, ട്രോമ, സർജറി അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്. ആൻഡ് ദ ലാസ്റ്റ് ഈസ് പോസ്റ്റ് റീനൽ കോസ്. പോസ്റ്റ് റീനൽ കോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂറിനറി ട്രാക്റ്റിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുക, ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി, കാൽക്കുലൈ ആൻഡ് ട്യൂമേഴ്സ്. ദെൻ ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ? ഒളിഗ്യൂറിയ, അന്യൂറിയ ഉണ്ടാവുന്നു, ഹൈപ്പർ കലീമിയ, ഹൈപ്പർനെട്രീമിയ ഉണ്ടാവും, ആസിഡോസിസ് ഉണ്ടാവുന്നു, ദെൻ അനീമിയ, പ്ലേറ്റ്ലെറ്റ് ഡിസ്ഫങ്ഷൻ ഉണ്ടാവും, എഡീമിയ ഉണ്ടാവുന്നു, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നു. ട്രീറ്റ്മെന്റ് എന്താ നമ്മൾ കൊടുക്കുന്നത്? ഡയൂറിറ്റിക്സ്, ആന്റാസിഡ്സ് ഉണ്ട്, ദെൻ റെക്കോംബിനന്റ് എറിത്രോപോയിറ്റിൻ കൊടുക്കാം അനീമിയക്ക്, പാക്ഡ് RBC ഇലക്ട്രോലൈറ്റ്സ് കൊടുക്കാം, ആന്റിബയോട്ടിക്സ്, ഡയാലിസിസ് ചെയ്യാം. ദെൻ ഇവിടെ എന്തൊക്കെ ഇന്റർവെൻഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് കൊടുക്കുക, ഫ്രീക്വന്റ് സ്കിൻ കെയർ, പൊസിഷനിങ്, ROM എക്സസൈസസ് ഒക്കെ കൊടുക്കാം, ECG മോണിറ്റർ ചെയ്യുക, ഫ്ലൂയിഡ്സ് റെസ്ട്രിക്ട് ചെയ്യുക, അയോ ചാർട്ട് വെയിറ്റ് ഒക്കെ മോണിറ്റർ ചെയ്യുക. പിന്നെ പേഷ്യന്റിന്റെ അടുത്ത് ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യാൻ പറയാം. ഇനി ഹൈപ്പർ കലീമിയ ഉണ്ടാവും. ഹൈപ്പർ കലീമിയ, നോർമൽ ഹൈപ്പർ കലീമിയ ആണെങ്കിൽ നമുക്ക് IV ഡെക്സ്ട്രോസ് ഇൻസുലിൻ കൊടുക്കാം. ദെൻ ഹൈപ്പർ കലീമിയ വിത്ത് ECG ചേഞ്ചസ് ആണെങ്കിൽ നമുക്ക് എന്ത് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാം? കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്. ഇനി നെക്സ്റ്റ് നമ്മുടെ കണ്ടീഷൻ ആണ് എന്ത്? ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രോഗ്രസീവ് റിഡക്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ലോസ് ഓഫ് റീനൽ ടിഷ്യൂ ഫങ്ഷൻ. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? റിസൾട്ടിങ് ഇൻ യൂറീമിയ, ബ്ലഡില് യൂറിയ കണ്ടു തുടങ്ങും.
സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താ? അനസ്കാര, ഫുൾ ബോഡി എഡീം ഉണ്ടാവുന്നു, അസിറ്റീമിയ, നൈട്രോജനസ് വേസ്റ്റ് ബ്ലഡിൽ കൂടുന്നു, നക്ടൂറി ഉണ്ടാവുന്നു, അനീമിയ ഉണ്ടാവുന്നു, ഹൈപ്പർനട്രീമിയ, ഹൈപ്പർ കലീമിയ ഉണ്ടാവും, ഒളിഗ്യൂറിയ, അന്യൂറി ഉണ്ടാവും, ടെക്ടനി കാണുന്നു, കുസ്മോൾസ് റെസ്പിറേഷൻ, അതായത് ഒരു ഷാലോ ബ്രീതിങ് വിത്ത് ആൻ ആപ്നിക് ഫേസ് ഉണ്ടാവും. പിന്നെന്താ? പ്രൂറൈറ്റിസ് കാണാം. മാനേജ്മെന്റ് എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുക? ഡയററ്റിക്സ് ഉണ്ട്, എരിത്രോപോയിറ്റിൻ ഉണ്ട്, പിന്നെന്താണ്? ആന്റി ഹൈപ്പർടെൻസീവ്സ് ഉണ്ട്, അതുപോലെ ഡയാലിസിസ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും ചെയ്യാം. ഇന്റർവെൻഷൻസ് എന്തൊക്കെയാ? നമുക്ക് യൂറിൻ ഔട്ട്പുട്ട്, വെയിറ്റ്, വൈറ്റൽസ് ഒക്കെ മോണിറ്റർ ചെയ്യാം, ഫ്രീക്വന്റ് സ്കിൻ കെയർ, പൊസിഷനിങ്, ROM എക്സസൈസസ് കൊടുക്കാം, ഫ്ലൂയിഡ്സ് റെസ്ട്രിക്ട് ചെയ്യുക, കംപ്ലീറ്റ് ബ്ലഡ് റെസ്റ്റ് കൊടുക്കുക, പിന്നെ നമ്മൾ ഡയാലിസിസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്. എന്താണ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ കിഡ്നിക്ക് വരുന്ന ഹൈപ്പർട്രോഫിയും പിന്നെ കിഡ്നിയിൽ നിറയെ എന്ത് ഫോം ചെയ്യുന്നു? എന്താണ് ഉണ്ടാവുന്നത്? നിറയെ സിസ്റ്റ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ പേഷ്യന്റിൽ കാണുന്ന? ഹെഡ് ഏക്ക് ഉണ്ടാവുന്നു, ഫ്ലാങ്ക് റീജിയനിൽ പെയിൻ ഉണ്ടാവും, അത് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ വേഴ്സൺ ചെയ്യും, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു, ഹെമറ്റൂരിയ, പ്രോട്ടീനൂറിയ, പൈയൂറി ഉണ്ടാവും, അതുപോലെ തന്നെ കാൽക്കുലൈ ഫോർമേഷൻ ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. ഇന്റർവെൻഷൻസ് എന്താ ചെയ്യാൻ? നമ്മൾ ഹെമറ്റൂരിയ മോണിറ്റർ ചെയ്യുക, ഫ്ലൂയിഡ് ഇൻടേക്ക് കൂടുതൽ കൊടുക്കുക, ആന്റിബയോട്ടിക്സ്, ആന്റി ഹൈപ്പർടെൻസീവ്സ് കൊടുക്കാം, സബ്ക്യൂട്ടേനിയസ് സിസ്റ്റ്, പാൻക്രിയ സിസ്റ്റ് ഒക്കെ നമുക്ക് പങ്ക്ചർ ചെയ്ത് കളയാം. പിന്നെ നമ്മൾ ഡയാലിസിസും റീനൽ ട്രാൻസ്പ്ലാന്റേഷനും ആണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് റിഗാർഡിംഗ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് എന്ത്? BPH, ബിനൈൻ പ്രോസ്ട്രേറ്റ് ഹൈപ്പർട്രോഫി. അതെന്താണ്? മെയിൽസിന്റെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൽ ഉണ്ടാവുന്ന ഗ്രാജുവൽ എൻലാർജ്മെന്റിനെയാണ് നമ്മൾ ബിനൈൻ പ്രോസ്ട്രേറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എവിടെയാ സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഈ ഒരു ഇമേജ് കണ്ടോ? ഓൺ എയ്തർ സൈഡ് ഓഫ് ദ യൂറീത്രയാണ്. അപ്പൊ ഈ ഒരു പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എൻലാർജ് ആകുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ constrict the urethra and leading into interference in the urination. ഇത് കൂടാതെ ഹൈഡ്രോനെഫ്രോസിസ് ആൻഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വിൽ ബി ദർ. സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താ? യൂറിനറി ഫ്രീക്വൻസി, നക്ടൂറി ഉണ്ടാവുന്ന, സിസ്റ്റൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്ലാഡർ, ദെൻ ഹെമറ്റൂറി ഉണ്ടാവുന്നു, കാൽക്കുലൈ ഉണ്ടാവുന്നു, നോസിയ, വോമിറ്റിംഗ് ഉണ്ടാവും. ട്രീറ്റ്മെന്റ് നമ്മൾ ഫിനാസ്റ്ററൈഡ് കൊടുക്കും, ആന്റിബയോട്ടിക്സ് കൊടുക്കും. സർജിക്കൽ മാനേജ്മെന്റ് ആണെങ്കിലോ ട്രാൻസ്യൂറേറ്റൽ റിസെക്ഷൻ ഓഫ് ദ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്. ഇനി ഇതിൽ പ്രിയോപ്പ് എന്താ? ഫ്ലൂയിഡിന്റെ കൂടുതൽ കൊടുക്കുക, ആന്റിബയോട്ടിക്സ് അഡ്മിനിസ്റ്റർ ചെയ്യാം, മോയ്സ്റ്റ് ഹീറ്റ് അപ്ലിക്കേഷൻസ് കൊടുക്കാം, സ്പിഞ്ചർ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, പോസ്റ്റ് ആണെങ്കിലോ പോസ്റ്റ് ഓപ്പ് എന്തൊക്കെയാ? ഹെമറേജിന്റെ ഫൈൻഡിങ്സ് ഒബ്സർവ് ചെയ്യുക, കത്തീറ്റർ പാറ്റേൺസ് മെയിൻറ്റെയിൻ ചെയ്യുക ബൈ ഗിവിംഗ് കണ്ടിന്യൂസ് ബ്ലാഡർ ഇറിഗേഷൻ, ദെൻ സ്ട്രിക്റ്റ് അയോ ചാർട്ട് മോണിറ്റർ ചെയ്യണം, കൺഫ്യൂഷൻ, സെറിബ്രൽ എഡീമ ഉണ്ടോ എന്ന് അസസ് ചെയ്യുക, സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സ് കൊടുക്കാം, പിന്നെ പെരിനിയൽ എക്സസൈസ് ഒക്കെ ചെയ്യുക, പ്രൊലോങ്ഡ് സിറ്റിംഗ് വിഗറസ് എക്സസൈസസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇത്രയാണ് നമുക്ക് റീനൽ സിസ്റ്റത്തിൽ വരുന്ന കണ്ടീഷൻസ്, ഡിസീസ് കണ്ടീഷൻസ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹീമോഡയാലിസിസ്. എന്താണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ദ നൈട്രോജീനസ് വേസ്റ്റ് ഫ്രം ദ ബ്ലഡ് ത്രൂ ആൻ ആർട്ടിഫിഷ്യൽ കിഡ്നി. ഈ ആർട്ടിഫിഷ്യൽ കിഡ്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ഡയലേസർ. ഓക്കെ, ഇമേജിൽ കണ്ടോ ഡയലേസർ? ഇനി നമുക്ക് ഇതൊന്നും ഇത്രയും ഇൻഡെപ്ത് ആയിട്ടൊന്നും ഡയാലിസിസ് എന്താണെന്നൊന്നും പഠിക്കണ്ട. ഡയാലിസിസിന് നമുക്ക് പഠിക്കാനുള്ളത് ആക്സസുകൾ എന്തൊക്കെയാണ്. സബ് ക്ലേവിയൻ ഫെമറൽ കത്തീറ്റർ ഉണ്ട്, എക്സ്റ്റേണൽ AV ഷണ്ട് ഉണ്ട്, ഇന്റേണൽ AV ഫിസ്റ്റുല ഉണ്ട്, ഇന്റേണൽ AV ഗ്രാഫ്റ്റ് ഉണ്ട്. ഇനി ഡയാലിസിസിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാ? ദ ഫസ്റ്റ് വൺ ഈസ് ഡിസ്ഇക്വിലിബ്രിയം സിൻഡ്രോം. ഡിസ്ഇക്വിലിബ്രിയം സിൻഡ്രോം എന്ന് പറയുന്നത് എന്താ? അതായത് സൊല്യൂട്ട്സ് റാപ്പിഡ് ആയിട്ട് എവിടുന്ന് റിമൂവ് ചെയ്യാണ്? ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. അപ്പൊ എന്ത് സംഭവിക്കും? വിച്ച് വിൽ ഇൻക്രീസ് ദ ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ് വോളിയം ആൻഡ് റിസൾട്ടിങ് ഇൻ സെറിബ്രൽ എഡീമ. ആൻഡ് ദ നെക്സ്റ്റ് കോംപ്ലിക്കേഷൻ ഇസ് ആർട്ടീരിയൽ സ്റ്റീൽ സിൻഡ്രോം. അതായത് വാസ്കുലർ ഇൻസഫിഷ്യൻസി ആണ് ഫിസ്റ്റുലയുടെ. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും? പാലർ, പൾസ് കുറയുന്നു, പെയിൻ ഉണ്ടാവും. ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഹൈപ്പോടെൻഷൻ, കാർഡിയക് ഡിസ്റിഥമിയാസ് ഉണ്ടാവുന്നു, പൊട്ടാസ്യം ഇംബാലൻസ്, എയർ എംബോളിസം ആൻഡ് ഹെമറേജ് ഫ്രം ഹെപ്പാരനൈസേഷൻ. Interventions എന്തൊക്കെ കൊടുക്കും? Vitals before, during and after the procedure you should check. പിന്നെ എന്താ? Assess for hypotension and hemorrhage, and always watch the catheter site for any clotting, and if there is clotting, administer heparin. Then you should monitor the patency of the fistula by palpating for thrill. Thrill എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ബൗണ്ടിങ് പൾസ് ഉണ്ടോ നോക്കുന്നു, and auscultating for bruit. Then you should monitor for electrolyte imbalances and promote comfort and diversional activities. This is regarding hemodialysis.
Now we are going to discuss peritoneal dialysis. Peritoneal dialysis ആണെങ്കിൽ ഇവിടെ എന്തിന്റെ ആവശ്യമില്ല. There is no need of an artificial kidney. Instead, ഇവിടെ നമ്മൾ എന്താ എടുക്കുന്നത്? We are taking the peritoneal membrane as the semi-permeable membrane. Okay. അപ്പൊ ഈ ഒരു പെരിട്ടോണിയൽ ഡയാലിസിന് കോൺട്രാൻഡിക്കേഷൻസ് വരും. ലൈക്ക് പെരിട്ടോണൈറ്റിസ്, റീസന്റ് അബ്ഡോമിനൽ സർജറി, ഡയബറ്റിക്കുലൈറ്റിസ് ഉള്ളവർക്കൊന്നും വി കാൺ ഡു പെരിട്ടോണിയൽ ഡയാലിസിസ്. ഇപ്പൊ പെരിട്ടോണിയൽ ഡയാലിസിന് മെയിൻ ആയിട്ട് ഒരു 3 ഫേസസ് ആണുള്ളത്. ഫിൽ, ഡ്വെൽ ആൻഡ് ഡ്രെയിൻ. ഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടൈം ഇൻ വിച്ച് ദ ഫ്ലൂയിഡ് ഇൻഫ്യൂസ്ഡ് ഇൻ ടു ദ പെരിട്ടോണിയൽ ക്യാവിറ്റി. നമ്മൾ ഫ്ലൂയിഡ്, ഈ ഡയാലിസിസ് ചെയ്യാനുള്ള ഫ്ലൂയിഡ് മീൻസ് പെരിട്ടോണിയൽ ഡയാലിസിസിൽ നമ്മൾ ഗ്ലൂക്കോസ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഗ്ലൂക്കോസ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൂയിഡ് നമ്മുടെ പെരിട്ടോണിയൽ ക്യാവിറ്റിയിലോട്ട് ഇൻഫ്യൂസ് ചെയ്യുന്ന ടൈമിനെയാണ് ഫിൽ എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് ഈസ് ഡ്വെൽ. ഡ്വെൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ പെരിട്ടോണിയൽ ക്യാവിറ്റിയിൽ ഈ ഒരു സൊല്യൂഷൻ റിമൈൻ ചെയ്യുന്ന ടൈം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡ്രെയിൻ. ഡ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടൈം വെൻ ദ ഫ്ലൂയിഡ് ഡ്രെയിൻ ഫ്രം ദ പെരിട്ടോണിയൽ ക്യാവിറ്റി. ഈ ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞ് ഈ ഫ്ലൂയിഡ് നമ്മൾ തിരിച്ച് പുറത്തോട്ട് കളയുന്ന ടൈമാണ് ഡ്രെയിൻ. ഓക്കെ. ഇനി 2 ടൈപ്പാണ് പെരിട്ടോണിയൽ ഡയാലിസിസ് ഉള്ളത്. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിട്ടോണിയൽ ഡയാലിസിസ് ആസ് വെൽ ആസ് ഓട്ടോമാറ്റഡ്. ഓട്ടോമാറ്റഡിൽ വരുന്നതാണ് കണ്ടിന്യൂസ് സൈക്ലിംഗ്, ഇന്റർമിറ്റന്റ് ആൻഡ് നൈറ്റ്. ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാ? പെരിട്ടോണൈറ്റിസ്, ഡയഫ്രമാറ്റിക് ഹെർണിയ ആൻഡ് റെസ്പിറേറ്ററി ഫെയിലിയർ. ഇന്റർവെൻഷൻസ് എന്തൊക്കെയാ? യു ഷുഡ് മോണിറ്റർ ദ വൈറ്റൽസ് ആൻഡ് വെയിറ്റ്. Then monitor for any respiratory distress, pain or discomfort, and also you should assess the catheter site for wetness and bleeding. Pinnenda, always monitor the dwell time as prescribed. ഒരു കാരണവശാലും do not allow the dwell time to extend beyond the prescribed time. And also you have to turn the client from side to side to initiate air flow. And the last one is an air outflow is greater than inflow, you have to immediately report into the physician. നമ്മൾ കൊടുത്തതിനേക്കാളും കൂടുതലാണ് പുറത്ത് കിട്ടുന്നതെങ്കിൽ എന്തായാലും you should immediately inform it to the physician. Okay. And the last topic in the renal system is that is medications that we are commonly used in dialysis. ഏതൊക്കെയാ? എറിത്രോപോയിറ്റിൻ, കാൽഷ്യം, അയൺ സപ്ലിമെന്റ്സ്, ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സ് ആൻഡ് വൈറ്റമിൻസ്. ഇനി എന്താണ് നമ്മൾ കൊടുക്കാൻ പാടില്ലാത്തത്? ആന്റിബയോട്ടിക്സ് ആൻഡ് ആന്റിഹൈപ്പർടെൻസീവ്സ് ആർ withholding prior to the dialysis. Okay, so these are the conditions that you have to study in renal system. Okay, so നമ്മൾ എന്തൊക്കെ പറഞ്ഞു? glomerulonephritis, nephrotic syndrome, acute renal failure, chronic renal failure, benign prostate hypertrophy, polycystic kidney disease. After that, we have discussed what is hemodialysis and what is peritoneal dialysis. Okay, so വളരെ കുറച്ച് ടോപ്പിക്സ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളൂ? എന്തിൽ നോക്കാനുള്ളൂ? റീനൽ സിസ്റ്റത്തിൽ നോക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ നന്നായിട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിന്റെ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ.